ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് കാണാൻ പോകുന്നത് തപ്പട് എന്ന ഹിന്ദി മൂവിയാണ്. മൂവിയുടെ തുടക്കത്തിൽ തന്നെ നമ്മുടെ നായകനായ വിക്രമിനെയും നായിക അമൃതയും കാണിക്കുന്നു. അവന്റെ പ്രോജക്റ്റ് സക്സസ് ആയി കഴിഞ്ഞാൽ അവന് ലണ്ടനിലേക്ക് പോകാനുള്ള പ്രൊമോഷൻ കിട്ടും. അങ്ങനെയാണെങ്കിൽ അമൃതയ്ക്കും വിക്രമിനും ലണ്ടനിൽ പോയി സെറ്റിൽ ആകാം. വിക്രമിന്റെ എല്ലാ കാര്യത്തിനും എപ്പോഴും അമൃത വേണം. അവന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ അവൾ തയ്യാറായിരുന്നു. അവനെ പ്രോജക്റ്റിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവന്റെ ഫ്രണ്ട് സുബോധും അവിടേക്ക് വരുന്നു. ഹൗസ് വൈഫായിരുന്ന അമൃത എന്നും രാവിലെ എഴുന്നേറ്റ് വീട്ടിലെ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യും. ആദ്യം അവള് തനിക്ക് വേണ്ടിയിട്ടൊരു കോഫി ഇട്ട് കുടിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത് തന്നെ. ടെറസിൽ നിൽക്കുമ്പോൾ അവൾ അയൽക്കാരിയും തന്റെ ഫ്രണ്ടുമായ ശിവാനിയോട് സംസാരിക്കുന്നു. ഡിവോഴ്സിയായ ശിവാനിക്ക് സാനി എന്ന് പറയുന്നൊരു മകൾ കൂടിയുണ്ട്. വിക്രമിന്റെ അമ്മ ഇവരുടെ കൂടെ തന്നെയാണ് താമസം. വിക്രമിന്റെ അച്ഛനും അവന്റെ സഹോദരനും വേറെ ഫാമിലി ആയിട്ട് മറ്റൊരിടത്തും താമസിക്കുന്നു. കിച്ചണിലേക്ക് അമൃത ചെന്നപ്പോഴേക്കും അവളുടെ ജോലിക്കാരിയായ സുനിതയും വന്നിട്ടുണ്ടായിരുന്നു. സുനിത അവളുടെ ഹസ്ബൻഡ് ദിവസവും കുടിച്ചിട്ട് വന്ന് തല്ലും. അവൾ എപ്പോഴും അതിന്റെ വിഷമങ്ങളെല്ലാം വന്നിരുന്ന് പറയുന്നത് നമ്മുടെ അമൃതയോടാണ്. വിക്രം ലേറ്റായ കാരണം ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാതെ ഓഫീസിലേക്ക് പോകുന്ന കണ്ടിട്ട് അവള് പുറകെ പോയി അവൻ ആഹാരം കൊടുക്കുന്നു. വീട്ടിലെ ജോലികളെല്ലാം തീർത്തിട്ട് അമൃതയാകട്ടെ അപ്പുറത്തുള്ള ശിവാനിയുടെ മകൾ സാനിയയ്ക്ക് ഡാൻസ് പഠിപ്പിക്കാൻ പോകുമായിരുന്നു. വലിയൊരു ഡാൻസർ ആകണമെന്നായിരുന്നു അമൃതയുടെ ആഗ്രഹം. എന്നാൽ വിവാഹശേഷം അവൾ ആ ആഗ്രഹങ്ങളെല്ലാം തന്നെ വേണ്ടെന്ന് വെച്ച് വിക്രമിന്റെ നല്ലൊരു ഭാര്യയും അവന്റെ അമ്മയുടെ നല്ലൊരു മരുമകളുമായി മാറി. അത് കഴിഞ്ഞ് അമൃത നേരെ അവളുടെ അച്ഛനെയും അമ്മയും കാണാൻ പോകുന്നു. അവളുടെ അമ്മയും വീടും വീട്ടുകാരും എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. അതിനിടയ്ക്കാണ് അമൃതയുടെ സഹോദരൻ കാരണം അവൻ വിവാഹം കഴിക്കാൻ പോകുന്ന സാദി എന്ന് പറയുന്ന പെൺകുട്ടിയും വരുന്നത്. അവരുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് കുറച്ച് നാളായിരുന്നു. വിക്രം അന്ന് രാത്രിയാകട്ടെ അച്ഛനെ കാണാൻ പോകുമ്പോ അവിടെ ഇരുന്ന് തന്നെ ആഹാരം കഴിക്കുന്നുണ്ട്. അവന്റെ അച്ഛൻ പറയുന്നുണ്ട്, നീ എന്തിനാ വേറൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്നത്? നമ്മുടെ കമ്പനി തന്നെ എക്സ്പാൻഡ് ചെയ്തിട്ട് കുറച്ചുകൂടി വലുതാക്കിയ പോരെയെന്ന്. അപ്പൊ ബിസിനസ്സും വലുതാവും. എന്നാൽ അവന് സ്വന്തം കമ്പനിയിൽ ജോലി ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങിയ വിക്രമാകട്ടെ അമൃതയും വിളിച്ചുകൊണ്ട് നേരെ വീട്ടിലെത്തുന്നു. പിറ്റേന്ന് രാവിലെ അമൃത രാവിലെ തന്നെ എഴുന്നേറ്റ് തന്റെ ജോലികളിലേക്ക് കടക്കുകയാണ്. അങ്ങനെ അവിടെ നിന്നും ഓഫീസിലെത്തിയ വിക്രമാകട്ടെ പ്രസന്റേഷൻ എല്ലാം നല്ലപോലെ ചെയ്ത ശേഷം ആ പ്രോജക്റ്റ് അവന് തന്നെ കിട്ടുകയും ചെയ്യുന്നു. അവന്റെ പ്രൊമോഷനും ഉറപ്പായി. ഈ വിവരം അപ്പൊ തന്നെ അവൻ അമൃതയെ വിളിച്ചറിയുന്നു. അവർക്ക് ലണ്ടനിലേക്ക് പോകാനുള്ള കാര്യമല്ല ഓക്കെ എന്നറിഞ്ഞതും അമൃത ഒരുപാട് സന്തോഷിച്ചു. അന്ന് വൈകുന്നേരം അതിന്റെ ഒരു പാർട്ടി അവരുടെ വീട്ടിൽ വെച്ച് നടത്തുന്നുണ്ട്. എല്ലാ അറേഞ്ച്മെന്റും വിക്രം വരുന്നതിന് മുൻപ് തന്നെ അമൃത ശരിയാക്കി വെച്ചിരുന്നു. പാർട്ടിയൊക്കെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് വിക്രമിനെ ബോസ് വിളിച്ചിട്ട് പറയുന്നുണ്ട്, നിന്റെ പ്രൊമോഷൻ ക്യാൻസലായി എന്നും ലണ്ടനിലേക്കുള്ള ആ പോസ്റ്റിലേക്ക് മറ്റൊരാളാണ് പോകുന്നതെന്ന്. തന്റെ ഈ പ്രൊമോഷൻ ക്യാൻസലാക്കാൻ കാരണം തന്റെ കമ്പനിയിലെ തന്നെ മറ്റൊരു മാനേജറാണെന്നാണ് അവൻ വിചാരിച്ചിരിക്കുന്നത്. അതിന്റെ പേരിൽ അത് ചോദ്യം ചെയ്തുകൊണ്ട് അവൻ അയാളുമായിട്ട് വഴക്കുണ്ടാക്കുന്നു. ഇത് കണ്ട് അമൃത അവനെ പിടിച്ചുമാറ്റാൻ വരികയും ദേഷ്യം വന്നിട്ട് വിക്രമാകട്ടെ അവളുടെ മുഖത്തടിക്കുകയും ചെയ്യുന്നു. ഒരു നിമിഷം അമൃതയ്ക്ക് എന്താ സംഭവിച്ചെന്ന് പോലും മനസ്സിലായില്ല. അവൾ ആകെ ഷോക്കായിട്ട് നിൽക്കുകയായിരുന്നു. അവിടെ നിന്നവരെല്ലാം തന്നെ അവളെ തന്നെ നോക്കി നിൽക്കുന്നു. സങ്കടം സഹിക്കവയ്യാതെ അവൾ നേരെ റൂമിലേക്ക് ചെന്നിരിക്കുകയാണ്. അമൃതയുടെ അച്ഛനും അമ്മയും പോലും ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയായിരുന്നു. അവളുടെ അമ്മയും സാദിയും അവളുടെ അടുത്ത് വന്നിരിക്കുമ്പോൾ വിക്രമിന്റെ ചേട്ടന്റെ വൈഫ് വന്നിട്ട് പറയുന്നുണ്ട്, വിക്രമിന് ഏതോ ഒരു കോള് വന്നു. അവൻ അത് കാരണം വലിയ ടെൻഷനിലായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെയാണോ ചെയ്യേണ്ടതെന്ന് സ്വാതി ചോദിക്കുന്നു. അതിനാർക്കും മറുപടി ഇല്ലായിരുന്നു. വിക്രമിന്റെ അമ്മ വന്ന് പറയുന്നുണ്ട്, ഇവിടെ എല്ലാവരും കൂടെ കൂടിയിരിക്കേണ്ട, എല്ലാവരും പുറത്തേക്ക് ചെല്ലാൻ. പാർട്ടി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാർട്ടി കഴിഞ്ഞ് വീട്ടിലെത്തിയ ശിവാനിയോട് സാനിയെ ചോദിക്കുന്നുണ്ട്, പപ്പയും അമ്മയും ഇതുപോലെ തല്ലിയിട്ടുണ്ടോ എന്ന്. ഒരിക്കലും നിന്റെ അച്ഛൻ എന്റെ ദേഹത്ത് കൈവച്ചിട്ടില്ല എന്ന് ശിവാനി പറയുന്നു. വീട്ടിലത്തെ സുനിതയും അവളുടെ ഹസ്ബൻഡിനോട് പറയുന്നുണ്ട്, ഞാൻ വിചാരിച്ചത് നിങ്ങൾ മാത്രമാണ് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നതെന്ന്. എല്ലാ വീട്ടിലും ഇങ്ങനെ തന്നെയാ. ഞാൻ വെറുതെ നിങ്ങളെ തെറ്റിദ്ധരിച്ചു. ഇവളുടെ ഈ സംസാരം കേട്ടിട്ട് അയാൾ വീണ്ടും അവളെ അടിക്കുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് നേത്ര എന്ന് പറയുന്ന ഒരു സക്സസ്ഫുൾ അഡ്വക്കേറ്റിനെയാണ്. എന്നാൽ അവളുടെ ഹസ്ബൻഡ് ആകട്ടെ അവളുടെ എല്ലാ പ്രശസ്തിക്കും കാരണം താനാണെന്നും തന്റെ കുടുംബമാണെന്നുമാണ് പുറമെയുള്ള ലോകത്തിനോട് പറയുന്നത്. അവർക്കിടയിൽ കാര്യങ്ങളൊന്നും തന്നെ ശരിയായിരുന്നില്ല. അവളുടെ സക്സസിൽ അവളുടെ ഹസ്ബൻഡ് ഒട്ടും ഹാപ്പിയുമായിരുന്നില്ല. അവളുടെ പ്രശസ്തിക്കും അച്ചീവ്മെന്റിനും എല്ലാം തന്നെ കാരണം താനാണെന്നായിരുന്നു അയാൾ സ്വയം പറഞ്ഞുകൊണ്ടിരുന്നത്. വിക്രം തന്നെ അടിച്ചു തോർത്തിട്ട് അമൃത ഒരുപാട് ദുഃഖിതയായിരുന്നു. എന്നാൽ അവളുടെ അടുത്തേക്ക് ആരും സംസാരിക്കാനോ വന്നില്ല. ഒരു സോറി പറയാൻ പോലും വിക്രം അവളുടെ അടുത്തേക്ക് വന്നില്ല. പിറ്റേന്ന് രാവിലെ എന്നത്തെയും പോലെ അവൾ എഴുന്നേറ്റു. എന്നാൽ ഇത്തവണ അവളുടെ മുഖത്ത് ആ സന്തോഷമില്ലായിരുന്നു. ആകെ സങ്കടത്തോടു കൂടിയാണ് അവൾ അന്ന് വീട്ടിലെ ജോലികളെല്ലാം ചെയ്തിരുന്നത്. രാവിലെ എഴുന്നേറ്റ് വിക്രമിന്റെ അമ്മയുടെ ഷുഗർ ചെക്ക് ചെയ്യാൻ ചെയ്ത അവളുടെ അടുത്ത് അവര് ചോദിക്കുന്നത് തലേന്ന് രാത്രി വിക്രം നല്ലപോലെ ഉറങ്ങു എന്നാണ്. ഒരു തവണ പോലും അവളുടെ കാര്യം അവര് ചോദിച്ചില്ല. വിക്രം എഴുന്നേറ്റ് വന്നു കഴിയുമ്പോൾ അവൻ അവളുടെ അടുത്തേക്ക് വരുമ്പോൾ അവൾ വിചാരിക്കുന്നുണ്ട് സോറി പറയാനാണെന്ന്. എന്നാൽ അവൻ തലേന്ന് തന്റെ പ്രൊമോഷൻ പോയ കാര്യവും ആ ബഹളത്തിന്റെ ഇടയ്ക്ക് നീ കയറി വന്നോണ്ട് ആ ദേഷ്യം മുഴുവൻ നിന്റെ അടുത്ത് തീർത്തതെന്നും ഒക്കെയാണ് പറയുന്നത്. ഒരു തവണ പോലും ഞാൻ നിന്നെ അടിക്കാൻ പാടില്ലായിരുന്നു എന്നോ ഒരു സോറിയോ ഒന്നും തന്നെ പറഞ്ഞില്ല. അവൻ പറയുന്നുണ്ട്, ഞാൻ ഇത്രയും കാലം എന്റെ കമ്പനിയായിട്ടാണ് ഇതിനെ കണ്ടിരുന്നത്. പെട്ടെന്നൊരു ദിവസം എനിക്കൊരു വാല്യൂ ഇല്ലാതായി. അത് കാരണം ഞാൻ ഈ കമ്പനിയിൽ നിന്ന് തന്നെ ജോലി രാജിവെക്കുകയാണ്. ഇവൻ കമ്പനിയെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയായിരുന്നു അമൃത
ഇത്രയും കാലം അവനെയും കണ്ടത്. പെട്ടെന്നൊരു ദിവസം അവൾക്കും ഒരു വാല്യൂ ഇല്ലാതായി തോന്നി. അങ്ങനെയെങ്കിൽ അവളും ഇതെല്ലാം അവസാനിപ്പിക്കണ്ടേ? അമൃതയുടെ അച്ഛനാകട്ടെ അവളുടെ അവസ്ഥ ആലോചിച്ചിട്ട് ആകെ ടെൻഷനിലായിരുന്നു. അത് കാരണം അയാളുടെ BP വരെ കൂടി. ഭാര്യയ്ക്കും ഭർത്താവിനിടയിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ സാധാരണമാണ്. അതുകൊണ്ട് നിങ്ങൾ അതൊന്നും കാര്യമാക്കണ്ട എന്ന് അമൃതയുടെ അമ്മ പറയുന്നു. അമൃത ശാലിനിയുടെ വീട്ടിൽ ചെല്ലാൻ നേരത്ത് അവളോട് ചോദിക്കുന്നുണ്ട്, നീ എന്താണ് സാനി ഇത്രയും നിർബന്ധിച്ചിട്ടും രണ്ടാമത് വിവാഹം കഴിക്കാഞ്ഞതെന്ന്? ആദ്യത്തെ ഭർത്താവ് എന്നെ തകർത്താണ് വിട്ടത്. രണ്ടാമതൊരു റിലേഷൻഷിപ്പിൽ കൂടി പെടാൻ എനിക്ക് ആഗ്രഹം തോന്നിയില്ല. പിറ്റേന്ന് രാവിലെ വിക്രം ഓഫീസിൽ പോകാൻ നേരത്ത് അമൃതയോട് പറയുന്നുണ്ട്, രാത്രി നമുക്ക് ഡിന്നർ കഴിക്കാൻ പോകാമെന്ന്. ഞാൻ വരുമ്പോഴേക്കും റെഡിയായി നിൽക്കാൻ. അവനെ സംബന്ധിച്ച് അവന്റെ ലൈഫിൽ ഒന്നും തന്നെ മാറിയിട്ടില്ല. അമൃതയാകട്ടെ അവൻ തന്നെ അടിച്ചതാലോചിച്ചിട്ട് ഓരോ ദിവസവും വേദനിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്കി എല്ലാവരെയും പോലെ അവളും നോർമൽ ആകണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. എന്നാൽ അവളെ കൊണ്ട് എത്ര ശ്രമിച്ചിട്ടും അതിന് പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം വിക്രം വീട്ടിലേക്ക് വരുമ്പോ അമൃതയാകട്ടെ ബാഗെല്ലാം പാക്ക് ചെയ്തിട്ടിരിക്കുകയാണ്, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട്. എന്നാൽ അവനെപ്പോഴും പറയുന്നത്, നിനക്കറിയാമോ എന്റെ ജീവിതത്തിൽ ഇപ്പോൾ എന്തൊക്കെയാ സംഭവിക്കുന്നതെന്നും ഞാൻ എത്രത്തോളം പ്രശ്നത്തിലാണെന്നും. ആ നേരത്ത് നീ എന്നെ ഇട്ടിട്ട് പോവുകയാണെന്ന് പറയുന്നു. എന്നാൽ കുറച്ചു ദിവസത്തെ കാര്യമുള്ളൂ, ഞാൻ നിന്റെ അമ്മയോട് ചോദിച്ചു, അമ്മ സമ്മതിക്കുകയും ചെയ്തു എന്നാണ് അവള് പറയുന്നത്. കുറച്ചു ദിവസത്തേക്ക് ഞാൻ എന്റെ വീട്ടിൽ നിന്നിട്ട് തിരിച്ചു വരാമെന്നാണ് അവൾ പറയുന്നത്. എന്നാൽ ഈ സമയത്ത് നീ പോകണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ വീണ്ടും നിർബന്ധം പിടിക്കുന്നു. പക്ഷെ പോയേ പറ്റുമെന്ന് അവള് പറയുമ്പോ എന്നാ പിന്നെ നീ പൊക്കോ എന്നാണ് അവനും പറയുന്നത്. അവൾ വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴേക്കും അവളുടെ അമ്മയാകട്ടെ അവളെ വഴക്ക് പറയാൻ തുടങ്ങി. അവനുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്ന് അവർ ചോദിക്കുന്നു. പിന്നെ എന്തുകൊണ്ട് നീ ഇങ്ങോട്ട് വന്നേന്നും ചോദിക്കുന്നു. സ്വന്തം വീട്ടിൽ വരുന്നതിന് അവൾക്ക് ആരുടെയെങ്കിലും അനുവാദം ചോദിക്കണോ അതോ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകണോ എന്നാണ് അവളുടെ അച്ഛൻ തിരിച്ചു ചോദിക്കുന്നത്. അവളുടെ വീട് ഇതല്ലാന്നും അവളുടെ വീട് അവളുടെ ഹസ്ബൻഡിന്റെ വീടാണെന്നുമാണ് അവളുടെ അമ്മ അവളോട് പറയുന്നത്. എന്നാൽ അവളുടെ അച്ഛൻ അവളെ സപ്പോർട്ട് ചെയ്ത് തന്നെ നിൽക്കുകയായിരുന്നു. കുറച്ചു ദിവസം അവൾ ഇവിടെ തന്നെ നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവരോടെല്ലാം പോയി ആഹാരം കഴിക്കാൻ പറയുന്നു. അമൃത പോയതോടുകൂടി വിക്രമിന്റെ കാര്യങ്ങളെല്ലാം അവന്റെ അമ്മയും നോക്കാൻ തുടങ്ങി. പക്ഷെ ഓരോന്നിലും അമൃതയുടെ അഭാവം അവൻ കണ്ടു തുടങ്ങി. കഴിക്കുന്ന കോഫി മുതല് ഇറങ്ങാൻ നേരത്ത് അവൻ എടുത്തു കൊടുക്കുന്ന സാധനങ്ങൾ വരെ എല്ലാത്തിലും അവളുടെ ഒരു കൈ ഉണ്ടായിരുന്നു. ഒടുവിൽ അവസാനം അവളെ തിരിച്ചു വിളിക്കാൻ അവൻ വീട്ടിലെത്തി. അവൾ ഇത്രയ്ക്കും വന്ന് പിണങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി ഒന്നും സംഭവിച്ചില്ലല്ലോ എന്നും അവളെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാനുമാണ് അവളുടെ അച്ഛനോട് അവൻ പറയുന്നത്. അവന്റെ സംസാരം അയാൾക്ക് പോലും ഇഷ്ടപ്പെടുന്നില്ല. അയാൾ തിരിച്ച് എന്തൊക്കെയോ അവന്റെ അടുത്ത് പറയാൻ തുടങ്ങിയപ്പോഴേക്കും അമൃതയുടെ അമ്മ വന്ന് അയാളെ വിളിച്ചുകൊണ്ട് പോകുന്നു. അവൻ അമൃതയ്ക്ക് ഒരു ഗിഫ്റ്റും കൊണ്ട് കൊടുത്തിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരാൻ പറയുന്നുണ്ട്. ആൾക്കാരൊക്കെ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും? അയലത്തുള്ളവരൊക്കെ ഓരോന്ന് ചോദിക്കാൻ തുടങ്ങി. ഞാൻ നിന്നെ അടിച്ചു തന്നതിന്റെ പ്രശ്നമെങ്കിൽ നീ എന്നെ തിരിച്ചൊരു അടി അടിച്ചാൽ മതി എന്നാണ് അവൻ പറയുന്നത്. പക്ഷെ അവള് പറയുന്നുണ്ട്, ഒരു തവണ ഞാൻ ചിന്തിച്ചതാ തിരിച്ചൊരു അടി തന്നാലോ എന്ന്. പക്ഷെ എനിക്ക് തോന്നിയില്ല. കാരണം എന്റെ അച്ഛനും അമ്മയും എന്നെ അങ്ങനെയല്ല വളർത്തിയത്. അതിനർത്ഥം എന്റെ അച്ഛനും അമ്മയും എന്നെ മോശമായിട്ട് വളർത്തിയെന്നല്ലേ നീ പറഞ്ഞു വരുന്നത്? അതും പറഞ്ഞിട്ട് അവർക്കിടയിൽ വീണ്ടും വഴക്കുണ്ടാകുന്നു. ദേഷ്യത്തിൽ അവൻ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. ഇവിടെ നമ്മുടെ വക്കീലായ നേത്രയെ വീണ്ടും കാണിക്കുന്നുണ്ട്. അവളുടെ മാരീഡ് ലൈഫ് ഒട്ടും നല്ലതല്ലാത്ത കാരണം അവൾ മറ്റൊരു റിലേഷൻഷിപ്പിൽ പെട്ടിരിക്കുകയാണ്. അയാളോട് സംസാരിക്കുമ്പോഴായിരുന്നു അവൾക്ക് കുറച്ചെങ്കിലും സമാധാനം കിട്ടിയിരുന്നത്. അമൃത ഒരുപാട് ആലോചിച്ചിട്ട് നേത്രയെ വന്ന് കാണുന്നുണ്ട്. തന്റെ ഹസ്ബൻഡ് തന്നെ അടിച്ചത് കാരണം തന്റെ ആത്മാഭിമാനം തന്നെ നഷ്ടപ്പെട്ടു എന്നും തനിക്ക് തന്നോട് തന്നെ പുച്ഛം തോന്നുകയാണെന്നുമാണ് അവള് പറയുന്നത്. ഇത്രയും കാലം അവന്റെ സ്വപ്നങ്ങൾക്ക് കൂട്ടുനിന്ന് ഹൗസ് വൈഫ് ആയിരിക്കും എന്നത് എന്റെ ചോയ്സ് തന്നെയായിരുന്നു. പക്ഷെ ഒരിക്കലും വിക്രം നിന്നെ അടിക്കാനുള്ള അവകാശമില്ല. എല്ലാം കേട്ടിട്ട് നേത്ര പറയുന്നുണ്ട്, നിന്റെ മുന്നിൽ 3 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ നിങ്ങൾ രണ്ടുപേരും സംസാരിച്ച് തീർക്കുക. രണ്ടാമത്തെ ഓപ്ഷൻ ജുഡീഷ്യൽ സെപ്പറേഷൻ ആണ്. നിങ്ങൾ അയാളുടെ വൈഫ് തന്നെയായിരിക്കും, പക്ഷെ ഒരുമിച്ച് താമസിക്കേണ്ട കാര്യമില്ല. മൂന്നാമത്തെ ഡിവോഴ്സ്. ഏത് വേണമെങ്കിലും ആലോചിച്ച് തീരുമാനിച്ചാൽ മതി. ഒരു ഡിവോഴ്സ് തന്നെയായിരുന്നു അവളുടെ മനസ്സിലുണ്ടായിരുന്നത്. അവളെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് നേത്രയുടെ അസിസ്റ്റന്റും അവളുടെ അനിയൻ വിവാഹം കഴിക്കാൻ പോകുന്ന സ്വാതി തന്നെയായിരുന്നു. അതിന്റെ പേരിൽ സ്വാതിക്കും കരണിനിടയിൽ പോലും വഴക്കുണ്ടാകുന്നു. അവളുടെ ഈ തീരുമാനത്തില് അവളുടെ അമ്മ ഒട്ടും ഹാപ്പി ആയിരുന്നില്ല. നല്ലൊരു ഫാമിലി ലൈഫ് വേണമെങ്കിൽ സ്ത്രീകൾ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യണമെന്നും പല ആഗ്രഹങ്ങളും വിടണമെന്നാണ് അവര് പറയുന്നത്. എന്നാലും നല്ലൊരു ഫാമിലി ലൈഫ് ഉണ്ടാകൂ. എനിക്കും പണ്ട് പാട്ട് പാടാൻ ഇഷ്ടമായിരുന്നു. പാട്ടിൽ എന്റെ കരിയർ ഉണ്ടാക്കണമെന്നും ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ എന്റെ കുടുംബത്തിനും കുട്ടികൾക്കും വേണ്ടിയാണ് ജീവിച്ചത്. അതുപോലെയാണ് അവളും ചെയ്യേണ്ടത്. എന്നാൽ ഇതെല്ലാം കേട്ടിട്ട് അവരുടെ ഹസ്ബൻഡ് അവരോട് പറയുന്നുണ്ട്, ഞാൻ എപ്പോഴെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ ആഗ്രഹങ്ങൾ വേണ്ടാന്ന് വെക്കാൻ? പാട്ട് പഠിക്കാൻ ഇഷ്ടമായിരുന്നെങ്കിൽ പാട്ട് പഠിക്കണമായിരുന്നു. നിങ്ങൾ എന്നെ ഒന്നിനും തടുത്തിട്ടില്ല. പക്ഷെ ഞാനായിട്ട് തന്നെ വേണ്ടാന്ന് വെച്ചതാ. കാരണം നമ്മുടെ ലൈഫിന് അതായിരുന്നു നല്ലത്. ആ വീട്ടില് ആകെ അമൃതയെ സപ്പോർട്ട് ചെയ്യുന്നത് അവളുടെ അച്ഛനും സ്വാതിയും മാത്രമായിരുന്നു. ബാക്കി എല്ലാവരും അവളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ പേരിൽ സ്വാതിയും കരണും വഴക്കിട്ട ശേഷം കരണ് സ്വാതിയോട് പറയുന്നുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ. അമൃത വീണ്ടും നേത്രയെ കാണാൻ പോകുന്നുണ്ട്. എല്ലാ പ്രശ്നത്തിനും കാരണം അവൻ മാത്രമല്ല, വിക്രമിന്റെ ഭാഗത്ത് തെറ്റുണ്ട്. അതുപോലെ എന്റെ ഭാഗത്തും. എന്റെ അമ്മയും എന്നെ ഇങ്ങനെയാണ് പറഞ്ഞു പഠിപ്പിച്ചത്, എല്ലാം ഞാൻ സഹിക്കണമെന്ന്, എല്ലാം അഡ്ജസ്റ്റ് ചെയ്യണമെന്ന്. കുറെ തെറ്റ് അവന്റെ അമ്മയുടെ ഭാഗത്തുമുണ്ട്. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ പോകെ പോകെ ഞാൻ അവനെ വെറുക്കാൻ തുടങ്ങും. അതുകൊണ്ട് ഡിവോഴ്സ് തന്നെയാ നല്ലത്. അങ്ങനെ നേത്രയുടെ സഹായത്തോടു കൂടി അമൃത അവന് ഡിവോഴ്സ് നോട്ടീസ് അയക്കുന്നു. ഒരു നിസ്സാര കാര്യത്തിനൊക്കെ ഡിവോഴ്സ് ആവശ്യപ്പെടാമോ എന്ന് പറഞ്ഞിട്ടായിരുന്നു അവൻ വക്കീലിനോട് സംസാരിക്കുന്നത്. പക്ഷെ വക്കീല് പറയുന്നുണ്ട്, ഇതിനകത്ത് എന്തായാലും ഡൊമസ്റ്റിക് വയലൻസ് എന്ന് എഴുതിയിട്ടില്ല, അതുകൊണ്ട് താൻ രക്ഷപ്പെട്ടു. ഡിവോഴ്സ് വേണമെന്ന് മാത്രമേ ആ പെൺകുട്ടി ആവശ്യപ്പെട്ടിട്ടുള്ളൂ. പിറ്റേന്ന് രാവിലെ സുനിതയാകട്ടെ വീട്ടിലേക്ക് വരുമ്പോൾ വിക്രമിന്റെ അമ്മ ബോധമില്ലാതെ കിടക്കുകയായിരുന്നു. അവർക്ക് സുഖമില്ലാത്ത വിവരം അറിഞ്ഞിട്ട് അമൃത അവരെ കാണാൻ വരുന്നു. അമ്മയ്ക്ക് സുഖമില്ലാത്ത കാരണം ഞാൻ എന്നും വന്ന് അമ്മയുടെ കാര്യം നോക്കുമെന്ന് പറഞ്ഞിട്ടാണ് അമൃത തിരിച്ചു പോകുന്നത്. ഒരു മ്യൂച്വൽ ഡിവോഴ്സിന് വിക്രം തയ്യാറല്ലായിരുന്നു. അവന്റെ സ്വത്തിന്റെ പാതി നിനക്ക് കിട്ടുന്ന രീതിയിൽ പേപ്പർ ശരിയാക്കിയിട്ടുണ്ട്
കിട്ടിയിട്ടുണ്ടെന്ന് നേത്ര പറയുന്നു. എന്നാൽ എനിക്ക് അവന്റെ സ്വത്തോ പ്രോപ്പർട്ടിയോ ഒന്നും തന്നെ വേണ്ട, ഡിവോഴ്സ് മാത്രം മതിയെന്നാണ് അമൃത പറയുന്നത്. ഞാൻ എന്റെ കരിയർ മാറ്റിവെച്ചതും ഒരു ഹൗസ് വൈഫ് ആയതും എല്ലാം തന്നെ എന്റെ ഇഷ്ടത്തിനാണ്. അത് അവനോടുള്ള പ്രണയം കൊണ്ടായിരുന്നു. ഇത്രയും കാലം അവൻ ചെയ്തു കൂട്ടിയ പല കാര്യങ്ങളും ഞാൻ ക്ഷമിച്ചതും മൂവ് ഓൺ ചെയ്തതും ഒക്കെ അവനോടുള്ള സ്നേഹം കൊണ്ടാണ്. പക്ഷെ അതിലൊന്നും ശരിയല്ലാത്തൊരു കാര്യം അന്ന് അവൻ എന്നെ അടിച്ചതായിരുന്നു. അതെനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. എനിക്കിത് മറന്നിട്ട് മൂവ് ഓൺ ചെയ്യാനും പറ്റിയില്ല. ആ ഒരു അടിയോടുകൂടി പല കാര്യങ്ങളും ഞാൻ മറന്നതും മൂവ് ഓൺ ചെയ്തതും എല്ലാം തന്നെ തെറ്റായിരുന്നു എന്ന് എനിക്ക് തോന്നാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഇപ്പോൾ ഡിവോഴ്സ് എന്നുള്ളൊരു ഡിസിഷൻ തന്നെ എടുത്തത്. അത് സ്വത്തിന് വേണ്ടിയോ അവന്റെ കാശിനു വേണ്ടിയോ ഒന്നും തന്നെയല്ല. പക്ഷെ അമൃത ചിന്തിച്ച പോലെ ഒരിക്കലും വിക്രം ചിന്തിച്ചില്ല. അവൻ അവൾക്ക് അയച്ച പേപ്പറുകൾ ഇങ്ങനെയായിരുന്നു എഴുതിയിരുന്നത്. ലണ്ടനിലേക്ക് പ്രൊമോഷൻ കിട്ടുമെന്ന് കരുതിയാണ് അവൾ ഇത്രയും കാലം തന്റെ കൂടെ നിന്നത്. ആ പ്രൊമോഷൻ കിട്ടില്ല എന്ന് മനസ്സിലായതോടുകൂടി അവൾക്ക് അവനെ വേണ്ടാതെയായി. അവൾ വിവാഹം കഴിച്ചത് തന്നെ അവന്റെ സ്വത്ത് കണ്ടിട്ടാണ്. വഴക്കിനിടയിൽ അവന്റെ കയ്യിൽ അവൾ കയറി പിടിച്ചതുകൊണ്ട് അറിയാതെ അവന്റെ കൈ കൊണ്ടതാണ്. ഇങ്ങനെയൊക്കെയാണ് അവൻ ആ പേപ്പറിൽ എഴുതിയിരുന്നത്. അവൻ അങ്ങനെയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്കും തിരിച്ചതുപോലെ പറയാൻ അവകാശമുണ്ടെന്ന് നേത്ര പറയുന്നു. എന്നാൽ എനിക്കങ്ങനെ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഡിവോഴ്സ് വാങ്ങിയെടുക്കണ്ടെന്ന് തന്നെയാണ് അമൃത പറയുന്നത്. അന്ന് ഓഫീസിലെത്തിയ വിക്രമിനോട് അവന്റെ ഫ്രണ്ട് പറയുന്നുണ്ട്, എന്റെ പ്രൊമോഷനെ പറ്റി നമ്മുടെ മാനേജർ ബോസിനോട് സംസാരിച്ചിട്ടുണ്ട്. നീ അന്ന് വെറുതെ വഴക്കുണ്ടാക്കിയതാ. അയാൾ നിനക്ക് വേണ്ടിട്ട് ഒരുപാട് ഫൈറ്റ് ചെയ്തു എന്ന്. എനിക്ക് തോന്നുന്നത് നിനക്ക് ആ പ്രൊമോഷൻ കിട്ടുമെന്ന് തന്നെയാ. ആ സമയത്ത് തന്നെ ഡൗട്ട് തോന്നിയിട്ട് അമൃത തന്റെ പ്രഗ്നൻസി ചെക്ക് ചെയ്ത് നോക്കുന്നത്. അവള് പ്രഗ്നന്റ് ആണെന്ന് തിരിച്ചറിയുന്നതും ഒരുപാട് ഹാപ്പിയായി. അവളത് വിക്രമിനോടും പറയുന്നു. അവനും കേട്ടിട്ട് ഒരുപാട് സന്തോഷത്തിലായിരുന്നു. അതിന്റെ പേരിലെങ്കിലും അവൾ തന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് വിക്രം വിചാരിക്കുന്നു. എന്നാൽ പക്ഷെ അപ്പോഴും ഒരു തിരിച്ചുപോക്ക് അമൃത ആഗ്രഹിച്ചിരുന്നില്ല. ആ കുഞ്ഞിന്റെ അച്ഛനും അമ്മയായിട്ട് തന്നെ നമ്മൾ അതിനെ വളർത്തും. പക്ഷെ ഒരിക്കലും നമ്മൾ ഒരുമിച്ച് ജീവിക്കില്ല. തന്റെ ലണ്ടനിലെ പ്രൊമോഷൻ ശരിയായി എന്നും നമുക്ക് ലണ്ടനിലേക്ക് പോകാമെന്നും എല്ലാം അവൻ പറയുന്നുണ്ട്. എന്നാൽ അതിനൊന്നും അവൾക്ക് ഇനി താല്പര്യമില്ലായിരുന്നു. പക്ഷെ അവൻ പറയുന്നുണ്ട്, നീ വേണമെങ്കിൽ എന്റെ ലൈഫിൽ നിന്ന് പൊക്കോ, എന്റെ കുട്ടി എന്തായാലും എനിക്ക് വേണം. കുഞ്ഞു വരാൻ പോകുന്നറിഞ്ഞിട്ട് എല്ലാരും സന്തോഷത്തിലായിരുന്നു. ആ സമയത്ത് അവളെ ഒരു രീതിയിലും വിഷമിപ്പിക്കരുതെന്ന് അവളുടെ അച്ഛൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. അവസാനം അമൃതയും വിക്രവും അവരവരുടെ വക്കീലും ചേർന്നിരുന്നിട്ട് കോർട്ട് വരെ പോകാതെ ഒരു മ്യൂച്വൽ ഡിവോഴ്സിനായിരുന്നു അവർ ശ്രമിച്ചുകൊണ്ടിരുന്നത്. തന്റെ മേലെ ഒരുപാട് ആരോപണങ്ങൾ അവർ ഉന്നയിച്ചിട്ടും ഒരിക്കൽ പോലും അമൃത അവന്റെ മേലെ ഡൊമസ്റ്റിക് വയലൻസിനുള്ള ആരോപണം ഉന്നയിക്കാൻ തയ്യാറല്ലായിരുന്നു. അവൾ അതിന് സമ്മതിക്കാത്തതിന് നേത്രയ്ക്ക് ഒരുപാട് ദേഷ്യമുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങാൻ നേരം വിക്രം അവളോട് പറയുന്നുണ്ട്, കുഞ്ഞിന് വേണ്ടിയിട്ട് അമ്മ ഒരു പൂജ വെച്ചിട്ടുണ്ടെന്ന്, നീ അതിൽ വരണമെന്ന്. താൻ പൂജയിൽ വരുമെന്നും ഒരിക്കലും തന്റെ കുഞ്ഞിനെ നിന്നിൽ നിന്ന് അകറ്റാൻ ശ്രമിച്ചിട്ടില്ലെന്നുമാണ് അവൾ പറയുന്നത്. എന്നിട്ട് ആവശ്യമില്ലാതെ അവളുടെ മേൽ ഉന്നയിച്ച ആരോപണങ്ങൾക്കെല്ലാം തന്നെ അവൾ നല്ല മറുപടിയും അവന് കൊടുക്കുന്നു. അവൾ അത്രയും പറഞ്ഞത് നന്നായി എന്ന് നേത്രയും പറയുന്നു. പിറ്റേന്ന് ഓഫീസിലെത്തിയ വിക്രമിനോട് ആ മാനേജർ പറയുന്നുണ്ട്, അന്നത്തെ വഴക്കിനെ പറ്റിയെല്ലാം നീ മറന്നേരെ, ആ ഒരു സാഹചര്യത്തിൽ സംഭവിച്ചു പോയതല്ലേ. പക്ഷെ നീ ചെയ്തത് വലിയൊരു തെറ്റാണ്. ഒരിക്കലും ആ വഴക്കിന്റെ പേരിൽ നീ നിന്റെ വൈഫിനെ അടിക്കാൻ പാടില്ലായിരുന്നു. നിന്റെ വൈഫ് ഒരു തെറ്റും അതിൽ ചെയ്തിട്ടില്ല. പക്ഷെ നിന്റെ ദേഷ്യം മുഴുവൻ നിന്റെ വൈഫിനോടാണ് നീ തീർത്തത്. അങ്ങനെയാണെങ്കിൽ നീ അടിക്കേണ്ടത് നിന്റെ ബോസിനെ ആയിരുന്നു. പക്ഷെ നിനക്ക് അയാളെ പോയി അടിക്കാൻ പറ്റില്ല. അതിന് പകരം നീ നിന്റെ വൈഫിനെ അടിച്ചിരിക്കുന്നു. എന്താണെങ്കിലും നീ ചെയ്തത് വലിയ തെറ്റ് തന്നെയാണെന്നാണ് അയാൾ പറയുന്നത്. എല്ലാം കേട്ടപ്പോൾ വിക്രമനും തോന്നാൻ തുടങ്ങി താൻ വലിയ തെറ്റ് ചെയ്തു എന്ന്. അപ്പോഴേക്കും അമൃതയാകട്ടെ അവനെതിരെ ഒരു പോലീസ് കംപ്ലൈന്റ് കൊടുത്തിരുന്നു. അതിന്റെ പേപ്പർ അവൻ അയക്കുന്നു. മ്യൂച്വൽ ഡിവോഴ്സിന് തയ്യാറല്ലെങ്കിൽ താൻ ആ കംപ്ലൈന്റുമായിട്ട് മുന്നോട്ട് പോകുമെന്നും മ്യൂച്വൽ ഡിവോഴ്സിന് തയ്യാറാണെങ്കിൽ കംപ്ലൈന്റ് താൻ തിരിച്ചെടുക്കുമെന്നും മാത്രമല്ല കുട്ടിയുടെ കസ്റ്റഡി രണ്ടുപേർക്കും ചേർന്നിട്ടായിരിക്കുമെന്നും അവൾ അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. എന്റെ വക്കീല് പറയുന്നുണ്ട് മ്യൂച്വൽ ഡിവോഴ്സ് തന്നെയാണ് നല്ലതെന്ന്. പൂജയ്ക്ക് വേണ്ടി വീട്ടിലെത്തിയ ശേഷം പൂജയെല്ലാം കഴിഞ്ഞ് അമൃത അവന്റെ അമ്മയോട് സംസാരിക്കുന്നുണ്ട്. ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെ എനിക്ക് ഇവിടെ നിന്ന് തിരിച്ചിറങ്ങി പോകേണ്ടി വരുമെന്ന്. നിങ്ങളെല്ലാം എന്നെ ഒരുപാട് സന്തോഷത്തോടുകൂടിയാ സ്വീകരിച്ചത്. ഇവിടെ വന്ന് ഞാൻ ഹൗസ് വൈഫായി മാറി. അതെന്റെ ചോയ്സ് ആയിരുന്നു. എന്നാൽ പതിയെ പതിയെ ഞാൻ എന്റെ ഇഷ്ടങ്ങളെല്ലാം മറന്നു തുടങ്ങി. അവന്റെ ഇഷ്ടമായിരുന്നു എന്റെ ഇഷ്ടം. എന്റെ ഫേവറേറ്റ് നിറം യെല്ലോ ആയിരുന്നു. അതുപോലും ഞാൻ മറന്നിട്ട് വിക്രമിന്റെ ഫേവറേറ്റ് നിറമായ നീലയായി മാറി എന്റെയും ഫേവറേറ്റ് നിറം. നിങ്ങൾ നൽകിയ സ്നേഹം മുഴുവൻ വിക്രമിന്റെ ഭാര്യയ്ക്കുള്ളതായിരുന്നു. പക്ഷെ എന്നെ പേഴ്സണൽ ആയിട്ട് ആരും സ്നേഹിച്ചിട്ടില്ല. അങ്ങനെ സ്നേഹിച്ചിരുന്നെങ്കിൽ അന്ന് രാത്രി ആ അടി കഴിഞ്ഞ ശേഷം ഞാൻ അവിടെ പോയിരിക്കുന്ന സമയത്ത് നിങ്ങൾ ആരും എന്റെ അടുത്ത് വന്നില്ല. ആ രാത്രിക്ക് ശേഷം ആരും എന്നോട് അതിനെപ്പറ്റി സംസാരിച്ചതുമില്ല. എല്ലാവരും അവരവരുടെ ലൈഫിൽ നോർമലായിട്ട് പോയി. എന്നോട് എല്ലാരും പറഞ്ഞത് മൂവ് ഓൺ ചെയ്യാനാണ്. എല്ലാരും ചിന്തിച്ചത് വിക്രം ചെയ്തത് ശരിയാണെന്നാണ്. ഇനി ശരിയല്ലെങ്കിലും ഞാനത് മറക്കണമെന്നാണ് എല്ലാരും ആഗ്രഹിച്ചത്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ അവന്റെ അമ്മയും ആകെ തകർന്നു പോയിരുന്നു. അവരവളെ കെട്ടിപ്പിടിച്ച ശേഷം എല്ലാവരും കേക്ക് പറയുന്നുണ്ട്, തെറ്റ് ഞങ്ങളുടെ ഭാഗത്തുണ്ട്. സ്ത്രീകളുടെ നേരെ കൈ ഉയർത്താൻ പാടില്ല എന്ന് ഞാൻ എന്റെ മക്കൾക്ക് ഒരിക്കലും പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ തെറ്റ് നിന്റെ അമ്മയുടെ അടുത്തുമുണ്ട്. നിന്നോടെല്ലാം സഹിച്ചും ക്ഷമിച്ചും ജീവിക്കാൻ അവരൊരിക്കലും പറയാൻ പാടില്ലായിരുന്നു. അതിനെപ്പോലുള്ള അവകാശം അവർക്കില്ല. എന്താണെങ്കിലും എവിടെയാണെങ്കിലും നീ സന്തോഷത്തോടുകൂടി ജീവിക്കണം. ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണാൻ വരണം. വിക്രം ലണ്ടനിലേക്ക് പോയി. അമൃതയാകട്ടെ തന്റെ വീട്ടിലേക്കും തിരിച്ചു വന്ന് അവൾ അവളുടെ പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുന്നു. അമൃതയുടെ ലൈഫ് കണ്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി കരുണാകട്ടെ സ്വാതിയോട് എല്ലാത്തിനും ക്ഷമ ചോദിക്കുന്നു. അവരുടെ ഇടയിലെ പ്രശ്നങ്ങളെല്ലാം തന്നെ മാറി. ഇത്രയും കാലം ശിവാനി ഒരു വിവാഹത്തിനുകൂടി ഫോഴ്സ് ചെയ്തുകൊണ്ടിരുന്ന സാനിയാകട്ടെ അമ്മ വിവാഹം കഴിക്കേണ്ട എന്നും സിംഗിളായിട്ട് തന്നെ ജീവിച്ചാൽ മതിയെന്നും പറയുന്നു. നേത്രയും തന്റെ ഹസ്ബൻഡിൽ നിന്നും അകന്ന് ജീവിക്കാൻ ആഗ്രഹിച്ചു. എല്ലാ സാധനങ്ങളുമായിട്ട് അയാൾക്ക് ഡിവോഴ്സ് കൊടുത്തിട്ട് അവൾ അവിടെ നിന്നും പോകുന്നു. അവളുടെ അഫെയർ ഉണ്ടായിരുന്ന അയാളെ വിളിച്ചിട്ട് അവൾ പറയുന്നുണ്ട്, ഞാനൊരു പുതിയ തുടക്കത്തിന് ഒരുങ്ങുകയാണെന്ന്. നീയുമായിട്ടുള്ള എല്ലാ ബന്ധവും ഞാൻ അവസാനിപ്പിക്കുകയാണ്. അമൃത എടുത്ത തീരുമാനം കണ്ടിട്ട് ധൈര്യം കിട്ടിയ സുനിതയാകട്ടെ ഇത്തവണ അവളുടെ ഹസ്ബൻഡ്
അമൃതയുടെ അടികൊള്ളാൻ നിന്നില്ല. അവൾ തിരിച്ചടിച്ചു. അവൾ പ്രതികരിക്കുന്ന കണ്ടിട്ട് ശരിക്കും അയാൾ പേടിച്ചുപോയി. പിന്നീട് ഒരു തവണ കൂടി അവളുടെ നേരെ അയാൾ കൈ ഉയർത്തിയില്ല. ലണ്ടനിൽ പോയ വിക്രമാവട്ടെ തിരിച്ചു വരുന്നുണ്ട് അവരുടെ ഡിവോഴ്സിന്റെ അവസാനത്തെ പേപ്പർ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് അവൻ ഒറ്റയ്ക്ക് അമൃതയോട് സംസാരിക്കുന്നു. താൻ ചെയ്ത തെറ്റുകളെല്ലാം തനിക്ക് ബോധ്യമായെന്ന് മനസ്സിലാകുന്നു. ഒരിക്കലും എനിക്ക് നിന്നെ അടിക്കാനുള്ള അവകാശമില്ല. ഞാൻ ഒരു തവണ പോലും നിന്നോട് സോറിയും പറഞ്ഞില്ല. ഇത്തവണ ചെയ്ത തെറ്റിനെല്ലാം അവൻ സോറി പറയുന്നു. ലണ്ടനിൽ പോയി താമസിച്ചിട്ടും ആ വീട് എനിക്ക് വീടായി തോന്നിയില്ല. അതുകൊണ്ട് അവിടെ നിന്ന് എല്ലാം ഇട്ടെറിഞ്ഞിട്ട് ഞാൻ നാട്ടിലേക്ക് തന്നെ വന്നിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഇനി പുതിയൊരു തുടക്കം ഉണ്ടാകും. പക്ഷെ നീ ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണണം. അങ്ങനെ മറ്റു വഴക്കുകളൊന്നും തന്നെ ഇല്ലാതെ അവർക്കിടയിൽ ഒരു മ്യൂച്വൽ ഡിവോഴ്സ് നടക്കുകയാണ്. അമൃതയുടെ ലൈഫിൽ സംഭവിച്ച ആ ഒരു കാര്യം കാരണം അവളുടെ ചുറ്റുമുള്ള ഒരുപാട് ജീവിതത്തെ സ്വാധീനിക്കുകയും അവരുടെയൊക്കെ ജീവിതം കുറച്ചുകൂടി മെച്ചപ്പെടുകയും ചെയ്തു. അവളെടുത്ത തീരുമാനമായിരുന്നു മറ്റുള്ളവർക്കെല്ലാം തന്നെ ധൈര്യം പകർന്നത്. ഭർത്താവിന്റെ കയ്യിൽ നിന്നും ഒരു തവണ അടി കിട്ടിയതിന്റെ പേരിൽ അയാളെ ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ച അമൃതയുടെ തീരുമാനം തെറ്റായിരുന്നോ അല്ലയോ എന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ മൂവിയെ പറ്റിയുള്ള അഭിപ്രായങ്ങളും താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.